ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സക്സസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു അടിപൊളി ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുവാനായിട്ട് 3 മീറ്ററുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. പാർട്ടി വെയർ ആയിട്ടും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രോക്കാണിത്. 5 ഇയേഴ്സ് മുകളിൽ തൊട്ടുള്ള എല്ലാ കുട്ടികൾക്കും പറ്റിയ ഒരു ഫ്രോക്കാണിത്. ഈ മെറ്റീരിയലിനെ ഒന്ന് രണ്ടാക്കി മടക്കി വെക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മടക്കി വെക്കാം. സാധാരണയൊക്കെ നമ്മൾ എല്ലാത്തിനും ബോഡി പാർട്ടിന് മടക്കി വെക്കണ അതേ പ്രകാരം തന്നെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. മടക്കി വെക്കുമ്പോൾ ഓപ്പൺ ആയിക്കണത് നമ്മുടെ ഓപ്പോസിറ്റിലേക്കും ഓപ്പൺ ആകാത്ത ഭാഗം നമ്മുടെ ഫ്രണ്ടിലേക്കും വരത്തക്ക രീതിയിൽ വേണം നമ്മൾ മടക്കി വെക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറാണ് അടയാളപ്പെടുത്തി. സാധാരണ നമ്മൾ 6, 7, 8 ഒക്കെയാണ് ഷോൾഡർ എടുക്കുക. ഇതിന് ഇവിടെ ഷോൾഡർ എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ്. അതേ അളവിൽ തന്നെ ലെങ്ത്തും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പം ഷോൾഡറും 12 ഇഞ്ചാണ് എടുത്തത്, ലെങ്ത്തും 12 ഇഞ്ചാണ് എടുത്തത്. ഓക്കെ, ഇനി അടയാളപ്പെടുത്തി കൊടുത്ത മാർക്കിങ്ങിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ അങ്ങ് വരച്ച് കൊടുത്തതിന് ശേഷം ആ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. എല്ലാ ഫ്രോക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഷോൾഡർ ഓപ്പൺ ആക്കി കൊടുക്കേണ്ടത്. ഇവിടെ അങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കുന്നില്ല. നെക്ക് വിഡ്ത്ത് 2.5 മാർക്ക് ചെയ്യാം. നെക്ക് ലെങ്ത്ത് 3.5 മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കൊക്കെ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി അതിനൊരു ബോക്സ് ആക്കി വരച്ചതിന് ശേഷം ഒരു ഗർഭ രൂപത്തിൽ വരച്ച് കൊടുക്കാം. എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഈ ഫ്രോക്കിൽ നമ്മൾ ആം ഹോളൊന്നും അടയാളപ്പെടുത്തി കൊടുക്കുന്നില്ല. കാരണം നമുക്കിതിൽ ആം ഹോളിൻ്റെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതൊക്കെ നമുക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്തിരിക്കുമ്പോൾ ഇതേ രൂപത്തിലുള്ള ഒരു ബോഡി പാർട്ടായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ചെസ്റ്റും അടയാളപ്പെടുത്തി കൊടുക്കുന്നില്ല. വീണ്ടും 4 ആക്കി മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ലെങ്ത്ത് 18 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. വിഡ്ത്ത്, ഇതിൻ്റെ മൊത്തം വിഡ്ത്ത് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. അതായത് ഒരു ഭാഗത്തെ വിഡ്ത്ത്. അപ്പം മറുവശത്തോടും കൂടുമ്പം 34 ഉണ്ടാവും. അത് കൂടെ നമുക്ക് ഒരു ലൈന് വരച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം. ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കുമ്പോൾ 34 ഇഞ്ച് വിഡ്ത്തിലും 18 ഇഞ്ച് ലെങ്ത്തിലുമുള്ള 2 പീസേക്കാരം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. വീണ്ടും 4 ആക്കി മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം 8 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ വിഡ്ത്ത് ഇവിടെ നമുക്ക് മൊത്തം വേണ്ടത് 22 ഇഞ്ചാണ്. അപ്പോൾ ആ 22 ഇഞ്ച് നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഉള്ളത് ആകെ 17 ഇഞ്ചാണ്. ആ 17 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് 2 പീസ് കിട്ടിയിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ട 5 ഇഞ്ചും കൂടി നമുക്കൊന്ന് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തതിന് ശേഷം അതിന്മേൽ കൂടി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം അങ്ങനെ മൊത്തം 22 ഇഞ്ചാവും. അപ്പം മൊത്തം വിഡ്ത്ത് പറഞ്ഞാൽ 2 ഭാഗമാക്കിയിട്ട് ഒരു ഭാഗമാണ് 22. അങ്ങനെ ആകുമ്പോൾ 44 ഇഞ്ചാവും ഒരു ഭാഗത്തെ വിഡ്ത്ത് ഉണ്ടായിരിക്കുക. ഇനി ഇതിലേക്ക് വേണ്ട സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയൊന്ന് നോക്കാം. ആദ്യം മെറ്റീരിയലിനെ 2 ആക്കി മടക്കി കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി മടക്കി കൊടുക്കാം. അപ്പം 4 ഭാഗം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ 2 സ്ലീവും ഒന്നിച്ചിട്ടാണ് ഇവിടെ വെട്ടുന്നത്. ലെങ്ത്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. വിഡ്ത്ത് 12 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം
മൊത്തം 24 ഇഞ്ചാവും ആ മോൾ മൊത്തം ഉണ്ടാവുക. നമുക്ക് ഇത് ഞെറിവിട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം എടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. ഈ ഫ്രോക്കിന് വേണ്ടി വെട്ടി വെച്ച എല്ലാ പീസുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് ഉള്ളത് അതിൻ്റെ യോക്ക് ഭാഗം, തൊട്ട് താഴെയുള്ളത് യോക്കിനെ അറ്റാച്ച് ചെയ്യണ ഉള്ള ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചുരുക്കാക്കിയിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനെ തൊട്ട് താഴെയാണ് ആ 8 ഇഞ്ചിൽ വെട്ടിയത്, അത് നമ്മൾ ചുരുക്കാക്കിയിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നത് അതിൻ്റെ സ്ലീവും ഇതേമാതിരി തന്നെ ഞെറിവിട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കട്ടിങ് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ 3 ഭാഗമാണ് ഉണ്ടായിട്ടുണ്ടാവുക. ഇനി ഈ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ നെക്ക് ഭാഗത്തേക്ക് ഒരു പീസ് വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചുരിദാറിനും മാക്സിക്കൊക്കെ വെക്കണ മാതിരി തന്നെ ചെറിയ പീസ് ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ്. ആ മാർക്കിങ്ങിൽ റൗണ്ടാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ഓരോ പിന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്റ്റിച്ചിങ്ങിന് പറ്റാത്ത രീതിയിൽ ചെറിയ വെട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് മറിച്ചെടുക്കാം. അപ്പം ഇവിടെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ അടിച്ച് മറിച്ച്, ഇപ്പം അതിന് പകരം നമ്മളൊരു പൈപ്പിംഗ് പോലെ കൊടുത്താലും മതി. അതൊക്കെ അവനാൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തെടുക്കാം. അവനാ എളുപ്പം ഏതാ വെച്ചാൽ ചെയ്യാം, അത് ചെയ്തെടുക്കാം. ഇനി ഈ യോക്കിൻ്റെ ലെങ്ത്ത് ഭാഗം ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് ഭാഗം അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ലെങ്ത്ത് പറയുന്നത് 12 ഇഞ്ചാണ്, വിഡ്ത്തും അതെ. അപ്പം അത് രണ്ടും മാറാതെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രണ്ട് പീസ് അടിച്ചതിന് ശേഷം ബാക്ക് പീസിൻ്റെ ലെങ്ത്ത് വശം ഇതേമാതിരി മടക്കി അടിച്ചു കൊടുക്കാം. ഇനി സ്ലീവിന് എടുത്തു വെച്ച പീസിൻ്റെ ലെങ്ത്ത് വശം ഒന്ന് ചെറുതായി മടക്കി അടിച്ചു കൊടുക്കണം. 2 സ്ലീവിനും ഇതേമാതിരി തന്നെ ലെങ്ത്ത് വശം മാത്രം ഒന്ന് അടിച്ചു കൊടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം അതിനൊന്ന് ഫോൾഡാക്കി മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സെൻറ്ററാവും നമ്മളെ ഷോൾഡറിൻ്റെ സെൻറ്ററായി വരുന്നത്. എന്നിട്ട് ഇങ്ങേ വശത്തേക്ക് 6 ഇഞ്ചും അടയാളപ്പെടുത്തുക. അതേമാതിരി മറ്റേ ഭാഗത്തേക്കും 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പം നമ്മൾ ആമോളിൻ്റെ അളവായി 6ഉം 6ഉം 12. ഇതേ പ്രകാരം യോക്കിൻ്റെ അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത അവിടെ യോക്കിൻ്റെ സെൻറ്ററിൻ്റെ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തപ്പം 6 കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബാലൻസ് വന്ന തുണി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഇത്ര സ്ഥലത്ത് നമ്മൾ ഞെറിവിട്ടിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം ആ മാർക്ക് ചെയ്ത 12 ഇഞ്ച് വരെ നമ്മൾ ഈ സ്ലീവ് ചെറിയ ഞെറിവിട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. യോക്കിൻ്റെ ഷോൾഡർ ഭാഗത്ത് നമുക്ക് സ്ലീവ് വെച്ചടിക്കാൻ ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ നമ്മൾ സ്ലീവ് മാത്രം ഞെറിവിട്ടിട്ട് ആ 12 ഇഞ്ചിൻ്റെ അതേ കറക്റ്റ് അളവിൽ ഞെറിവിട്ടടിച്ചു കൊടുക്കുക. അതിനുശേഷം അത് വെച്ചിട്ട് അങ്ങനെ അടിച്ചു കൊടുത്താലും മതി. ഇനി മറ്റേ സ്ലീവും അതേ പ്രകാരം തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഇപ്പം 2 സ്ലീവും യോക്കിൻ്റെ ലെങ്ത് വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ 18 ഇഞ്ച് ലെങ്ത്തിലും 34 ഇഞ്ച് വിഡ്ത്തിലും എടുത്ത ആ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചുരുക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ സൈഡ് മടക്കി അടിച്ച് കൊടുത്തതിന് ശേഷം അതിന് തൊട്ടു താഴെയായിട്ട് ഒരു വലിയ സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം. ആ സ്റ്റിച്ച് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചുരുക്കാക്കി ഇടാൻ വേണ്ടിയിട്ട് ചെയ്ത സ്റ്റിച്ചാണ്. അപ്പോൾ നൂല് പൊട്ടിപ്പോവാത്ത രീതിയിൽ നമ്മൾ മെല്ലെ മെല്ലെ നൂല് വലിച്ചുകാട്ട് ചുരുക്കാക്കി എടുക്കാം. നല്ല പിന്നെ യോക്കിൻ്റെ ഇവിടെ അടിച്ചിടും. ഇവിടെ ഒന്ന് ഒരു 1/2 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. ഇതേമാതിരി നീല മാർക്ക് ചെയ്യും. എന്നിട്ട് അവിടെ നമ്മൾ ചുരുക്കിട്ടടിച്ച ഈ ഭാഗം ചുരുക്കിട്ടടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശം ചീത്ത വശം വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. ഇപ്പം ഇവിടെ യോക്കിൻ്റെ പീസുമ്മൽ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഒരു ലൈന് വരച്ച് കൊടുത്തത്. ആ ലൈനുമ്മ കൂടെയാണ് നമ്മൾ ഈ ചുരുക്കിട്ട ഭാഗം വെച്ചിട്ട് അടിച്ച് കൊടുക്കുന്നത്. അപ്പം ഇനി ആ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങോട്ട് മറിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പം ആ ചുരുക്കുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം അതിനെ ഇങ്ങോട്ട് മറിച്ചെടുക്കുമ്പോൾ ഇതേ പൊസിഷനിലായിരിക്കും ഉണ്ടായി. ഇനി ഇതിനെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സൈഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ് ഇനി വേണ്ടത്. പിന്നെ അതിൻ്റെ 2 സൈഡിലും ഓപ്പൺ ആയിട്ടും വേണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഷേപ്പാക്കി എടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു തരുന്നത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ബ്ലാക്ക് പുള്ളി ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വിരൽ വെച്ച് കാണിച്ചു തരുന്നത്. അപ്പം ഈ മെത്തേഡിൽ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് വശം കാണാൻ നല്ല വൃത്തിയായിരിക്കും. പിന്നെ ഇതിൻ്റെ തുമ്പൊന്നും കാണാത്ത ലെവലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന് ബാക്ക് വശം കണ്ടാണ്ടോ ഇവിടെ ഒരു തുമ്പും ഉണ്ടാവില്ല, നല്ല വൃത്തിയായിട്ടുണ്ടാവും. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചടിക്കുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ തുമ്പ്. ഇപ്പം ഉണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് സ്ഥലം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതാ ഇവിടെ ഈ ഇലാസ്റ്റിക് നമ്മൾ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് നമുക്കൊരു സേഫ്റ്റി പിന്ന് കുത്തി കൊടുക്കുക. എന്നാൽ എളുപ്പം നമുക്ക് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ കഴിയും. അപ്പം ഓപ്പൺ ഉള്ളൊരു ഭാഗത്തുനിന്ന് നമ്മൾ ഇട്ട് തുടങ്ങുക. അപ്പം മറ്റേ ഭാഗത്തും ഓപ്പൺ ആണല്ലോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് പാകത്തിനാക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്തെടുക്കേണ്ടത്. ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വരുന്ന ഇലാസ്റ്റിക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിന് ശേഷം അതിൻ്റെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്തെടുക്കേണ്ടത്. ഇവിടെയാണ് ഇലാസ്റ്റിക് ഉണ്ടോ വെച്ചെടുത്തെടുക്കണം. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത്, അതായത് ഈ അടിവശത്ത് തമ്മിൽ ഇതേമാതിരി ഇതിങ്ങനെ പ്ലീറ്റിട്ട്
അടിഭാഗത്തേക്കുള്ള 8 ഇഞ്ച് നമ്മളിതാ പീസിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇവിടെ വെച്ചിട്ട് നല്ല വശം ഇങ്ങനെ വെച്ചു. വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഈ ഫ്രോക്കിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച എല്ലാ പീസുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ 2 സൈഡ് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിനിപ്പോൾ ഇനി സൈഡ് യോജിപ്പിച്ചെടുക്കുമ്പോൾ ഷേപ്പാക്കി കൊടുക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഫ്രോക്കിൻ്റെ സ്ലീവ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആമോള് കുഴിച്ച് വെട്ടുക അങ്ങനത്തെ ഒരളവൊന്നും ഈ ഫ്രോക്കിൽ വരുന്നില്ല. പിന്നെ ചെസ്റ്റിന് കുറച്ച് തൊട്ട് താഴായിട്ട് ഇലാസ്റ്റിക് വരികയാണ്. അപ്പോൾ നല്ല ഷേപ്പിൽ നിൽക്കും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയൊരു ഫ്രോക്കാണിത്. പിന്നെ റയോൺ മെറ്റീരിയലാവും ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാച്ചാൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും. പിന്നെ ഈ സ്ലീവിൻ്റെ അറ്റത്ത് വേണം നമുക്ക് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇനി വർക്കൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും. ഈ ഫ്രോക്കിൻ്റെ 2 സൈഡും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മാർക്കിങ്ങിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് മുഴുവനായിട്ടും ഇവിടെ തീർന്നു. അങ്ങനെ നമ്മളെ ഫ്രോക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉണ്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. നിങ്ങളുടെ വില കൂടിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.